ഇത്തവണ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്ത് പുതിയൊരു ചലഞ്ച് റീയൂസ് ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചുമായിട്ട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വിശദീകരിക്കാൻ നമ്മോടൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുണ്ട്. എന്താണ് റീയൂസ് ചലഞ്ച് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു പുതിയ സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് മേടിച്ച് കൊണ്ടുപോകണമെന്നുള്ളത് എല്ലാ കുട്ടിയുടെ ആഗ്രഹമാണ്. പക്ഷേ ആ കുട്ടീൻ്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ ആ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ എങ്ങോട്ട് പോകുന്നുള്ളത് ആ കുട്ടി ചിന്തിക്കത്തില്ല. പക്ഷേ അത് നമ്മൾ പേരൻസ് ചിന്തിക്കണം, പിന്നെ ആ കുട്ടിക്കും അത് പറഞ്ഞു കൊടുക്കണം. അത് തന്നെ ഒരു ചാലഞ്ചായിട്ട് ഒരു ഗെയിം ആയിട്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ചുമ്മാ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു ചാലഞ്ചായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് സമ്മാനം കിട്ടുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും. സോ ആ കുട്ടിയെ എൻവയൺമെൻ്റലി കോൺഷ്യസ് ആയിട്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് മാറ്റിയെടുക്കണം. പിന്നെ വേസ്റ്റ് എല്ലാം തന്നെ വേസ്റ്റ് കുറയ്ക്കാനുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഒരു ബാഗ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകെ ഒത്തിരി ലേബർ ഉണ്ടായിരിക്കും. സോ ചുമ്മാ ഒരു വർഷം കഴിഞ്ഞ് വലിച്ചെറിയുമ്പോൾ ആ മൊത്തം ലേബറും നമ്മൾ അത്ര വാല്യൂ ചെയ്യാതെ ഇതുപോലെ ഉണ്ടാവും. സോ ഇത് ഒരു ചെറിയ സംഭവമല്ല. ആ കുട്ടി ചെയ്യാൻ പോകുന്നത് വലിയ ഒരു വർക്ക് ഫോഴ്സിലേക്ക് കിട്ടാൻ പോകുന്ന ഒരു അംഗീകാരമാണ്, നമ്മുടെ എൻവയൺമെൻറ്റിലേക്ക് കിട്ടാൻ പോകുന്ന ഒരു സംരക്ഷണമാണ് ആ കുട്ടി ചെയ്യുന്നത്. എനിക്കിതുവരെ കുറേ കുട്ടികൾ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. കാശില്ലാത്ത കുട്ടികളാണ് റീയൂസ് ചെയ്യണമെന്നുള്ളതല്ലാത്ത എൻവയൺമെൻ്റലി കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് റീയൂസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇടുക്കിയിൽ എല്ലാ കുട്ടികളും ഫോളോ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അവരുടെ ടീച്ചേഴ്സിനോട് അവർ പറയും ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ ടീച്ചേഴ്സ് അത് വെച്ചിട്ട് നമുക്കൊരു ലിസ്റ്റ് കൈമാറും. ആ ലിസ്റ്റ് കൈമാറുന്നതിലുള്ള എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. മിനിമം 3 ഐറ്റംസ് എങ്കിലും, ലൈക്ക് സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഷൂസ്, എന്തെങ്കിലും 3 ഐറ്റംസ് അവർ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഉള്ള ലിസ്റ്റ് അയച്ചാൽ നമ്മളവർക്ക് ഗിഫ്റ്റ് കൈമാറും. പ്രകൃതി സംരക്ഷണമാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതും കൂടാതെ നമുക്ക് ഓരോരോ കാര്യം നമുക്ക് കിട്ടുമ്പോഴും അതിൻ്റെ പുറകെ അധ്വാനിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും. ആ അധ്വാനത്തിനെ കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് ആ അധ്വാനം എത്ര വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഉപയോഗിക്കും. അതിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാ കുട്ടികളും കമൻറ്റ്സ് ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഈ വർഷം ഞാൻ മേടിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. വേൾഡ് എൻവയൺമെൻറ്റ് ഡേ June 5 അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. അവരെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് ആ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് വിതരണം. ഹായ് ഡിയർ ഗ്രീൻ ഷാംസ്. സോ നമ്മുടെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കുട്ടികൾ താല്പര്യത്തോട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ 226 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ആ കുട്ടികൾക്കുള്ള ലിസ്റ്റ് കൂടി നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കും. ഇനി ഉള്ള ലിസ്റ്റും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ആ കുട്ടികളുടെ ലിസ്റ്റും കൂടി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ട് അവർക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ലഭ്യം ചെയ്യും. സോ ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും വലിയ കാര്യമാണ്. അതിന് എൻ്റെ ഹൃദയനിറഞ്ഞ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളണം. ഇനി ഇതുപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം.